സുനഭയോഗം. എന്താണ് സുനഭയോഗം? ഈ പറയുന്ന ഒരുപാട് യോഗങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും എല്ലാ യോഗവും അനുഭവിക്കാനുള്ള യോഗമില്ല. പക്ഷേ നമുക്കാവശ്യമുള്ള യോഗത്തിനെ നമ്മൾ സെലക്ട് ചെയ്ത് നല്ല ജ്യോതിഷിയെ കണ്ടിട്ട് ആ യോഗം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളൊന്നാണ്. അപ്പോൾ ടീച്ചറെ ആ സുനഭയോഗം എന്താണെന്ന് പറഞ്ഞോളൂ. നമ്മളെ ലഗ്നം കൊണ്ട്, അതായത് നമ്മൾ ജനിക്കണ സമയത്തെ രാശി, അതിനെയാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്നം വെച്ചിട്ടും അതേപോലെ ചന്ദ്രനെ ആശ്രയിച്ചിട്ട്, ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രം നിൽക്കുന്ന രാശി, ചന്ദ്രനെ ആശ്രയിച്ചിട്ട് സൂര്യനെ ആശ്രയിച്ചിട്ട് ഒക്കെ നമ്മൾ ധാരാളം യോഗങ്ങളെ പറയുന്നുണ്ട്. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണമില്ലാത്ത അത്രയും യോഗങ്ങൾ പല ഹോരാഗ്രന്ഥങ്ങളിലും കാണാം. ഒരു നൂറോ 100 ചില്ലാനോ യോഗങ്ങളല്ല, അതിനേക്കാൾ യോഗങ്ങളുണ്ട്. അതിൽ തന്നെ നോർമലി ഏറ്റവും അധികമായിട്ട് കാണുന്ന, അപ്പോൾ ഭൂരിപക്ഷം ജാതകങ്ങളിലും കാണുന്ന ചില യോഗങ്ങളെ എടുത്തിട്ട്, അതേപോലെ തന്നെ നമുക്ക് കേൾക്കാനും നമുക്ക് എത്തിപ്പെടണമെന്ന് മോഹമുണ്ടാകുന്നതുമായിട്ടുള്ള യോഗങ്ങളെ വെച്ചിട്ടല്ലേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷം പേർക്കും വരുന്ന ചില യോഗങ്ങളാണ് അതിലൊന്നാണ് ഈ സുനഭായോഗം. അപ്പോൾ ചന്ദ്രൻ നേരത്തെ പറഞ്ഞു, നക്ഷത്രം, നമ്മുടെ നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ തൊട്ടടുത്ത രാശിയിൽ ഈ പഞ്ചതാരാഗ്രഹങ്ങളിൽ ഏതെങ്കിലും, പഞ്ചതാരാഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഈ ഗ്രഹങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അതിനെ സുനഭായോഗം എന്ന് നമ്മൾ വിളിക്കും. എന്തിനാണ് ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂര്യനും ചന്ദ്രനും ജാതകത്തിലെ സുപ്രധാന റോൾ വഹിക്കുന്നവരാണ്. ചന്ദ്രൻ മനക്കാരകൻ, സൂര്യൻ ആത്മകാരകനും ചന്ദ്രൻ മനക്കാരകനുമാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലും സൂര്യനും ചന്ദ്രനുമാണെന്ന് ഭൂമിയെ 2 തലങ്ങളിൽ പിടിച്ചു നിർത്തുന്നത്. അത് തന്നെയാണ് ഭൂമിയുടെ പ്രതീകം തന്നെയാണ് ഓരോ മനുഷ്യനും, ഓരോ ജീവജാലങ്ങളും, പ്രത്യേകിച്ച് മനുഷ്യൻ പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ നമ്മളെയും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ സൂര്യചന്ദ്രന്മാരാണ്. അതിൽ ചന്ദ്രന് വളരെ പ്രധാനപ്പെട്ട മാതൃകാരകനാണ്, മനക്കാരകനാണ്, ജലകാരകനാണ്, ഇങ്ങനെ ഒരുപാട് റോളുകളുണ്ട് ചന്ദ്രന്. അതുകൊണ്ട് തന്നെ ചന്ദ്രന് പ്രൊട്ടക്ഷൻ വേണം, ഇല്ലെങ്കിൽ ഇയാൾ പിടികിട്ടാപ്പുള്ളിയായി മാറിപ്പോകും. അപ്പോൾ ചന്ദ്രൻ്റെ തൊട്ടടുത്ത 2ാം ഭാവത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഗ്രഹമുണ്ടെങ്കിൽ സുനഭായോഗമാണ്. അപ്പോൾ സുനഭായോഗത്തിൽ ജനിക്കുന്ന ആളുകൾ വളരെ ധനം ഉണ്ടാകും. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഹാലക്ഷ്മി യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ പോലെയൊന്നും ഉണ്ടായിന്ന് വരില്ല, അല്ലെങ്കിൽ കേസര യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ പോലെയൊന്നും ഉണ്ടായിന്ന് വരില്ല. എങ്കിലും അയാളുടെ ജീവിതം സേഫായിട്ട് കൊണ്ടുപോകാനുള്ള ധനം, അപ്പം വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഒരു 500 രൂപ ഇല്ലല്ലോ ഈശ്വര, അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കാര്യം നടത്താമായിരുന്നു, ഇപ്പം എന്താ ചെയ്യാം എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ 1-2 ദിവസം വിഷമിച്ചാൽ മതിയാകും. ആ സംഗതി നടത്തേണ്ട ടൈം ആകുമ്പോഴേക്കും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയാണെങ്കിലും ആ പൈസ കയ്യിൽ വന്നിരിക്കും. അതുപോലെ ധനമായാൽ, വിദ്യ, വലിയ വലിയ കേമപ്പെട്ട വിദ്യാഭ്യാസം, അതായത് ഫുൾ A+ വാങ്ങുന്ന കുട്ടിയൊന്നും ആവണമെന്നില്ല, എങ്കിലും ഒരു ആവറേജ് ലെവലിൽ അവനിങ്ങനെ കടന്ന് പോയിക്കോളും, വിദ്യ നേടിയെടുക്കും. ടോട്ടലി ഒരു മിടുക്കൻ അല്ലെങ്കിൽ ഒരു മിടുക്കിയാണിവൾ എന്ന രീതിയിലേക്ക് എത്താൻ ഈ വ്യക്തിക്ക് സാധിക്കും. ഒരു മോശക്കാരൻ അല്ലെങ്കിൽ ഒരു മോശക്കാരി എന്നുള്ള ഒരു പരിവേഷം അല്ല. വലിയ കേമത്വം അല്ലെങ്കിൽ പോലും അത്യാവശ്യമുള്ള വിദ്യയും ധനവും അതേപോലെ തന്നെ ഒരു കീർത്തിയും ഒക്കെ, ഒരു മോശപ്പെട്ട ഒരു വ്യക്തി അല്ല ഇയാൾ എന്ന രീതിയിലേക്ക് അയാൾക്ക് അയാളുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഈ സുനഭായോഗം. അതേപോലെ തന്നെ മാനസികമായിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞു ഈ ചന്ദ്രൻ ഒരുപാട് കാരകത്വമുണ്ട്. മാനസികമായിട്ടാണെങ്കിലും ഇപ്പം മനുഷ്യന് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും മറ്റു വികാരങ്ങൾ വന്നു കഴിഞ്ഞാലും അത് പ്രകടിപ്പിക്കാതിരിക്കില്ല. ആദ്യത്തെ ഒരു പ്രകടനത്തോട് കൂടിയിട്ട് അയാൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരും, അയാൾക്ക് നേരെ നിൽക്കാൻ സാധിക്കും. അതിൽ നിന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ അയാൾക്കൊന്ന് ഉയർത്തെണീറ്റ് വരാനായിട്ട് സാധിക്കും. ആ വീണോടത്ത് വീണ് കിടക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറേ ഗുണങ്ങൾ ഈ സുനഭായോഗം നമുക്ക് തരുന്നുണ്ട്. ഇനി ജാതകത്തിൽ ഇതെങ്ങനെയാണ് മനസ്സിലാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ജാതകത്തിൽ ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രൻ ച എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട്
വരുന്ന രാശിയിൽ ഈ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കൂടാതെ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും സുനഭായോഗം എഴുതിയിട്ടുണ്ടാകും. പിന്നെ എല്ലാ യോഗങ്ങളും ഏതൊരു യോഗം എടുക്കുമ്പോഴും ഈ ഗ്രഹങ്ങൾക്ക് എത്രത്തോളം ബലമുണ്ട് എന്നുള്ളതും കൂടി വിഷയമാണ്. അപ്പോൾ രണ്ടിലൊരു ഗ്രഹമുണ്ട്, അപ്പോൾ അത് നീചത്തിലാണ് അതല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിലാണ് എന്ന് വരുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു ഗുണാനുഭവത്തിന് ഒരു കുറവ് വരും. തീർത്തും ഇല്ലാണ്ടേ ആവില്ല, പക്ഷെ അതിന് കുറവ് വരും. ഗ്രഹത്തിൻ്റെ ബലം ഇപ്പോൾ ഉച്ചരാശിയാണോ, സ്വക്ഷേത്രമാണോ, ബന്ധുക്ഷേത്രമാണോ, ഇഷ്ടഭാവാധിപനാണോ, ഇതെല്ലാം കുറേ ഘടകങ്ങൾ ഇതിൻ്റെ ഒരു ശക്തിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭവത്തിന് കുറേ ഘടകങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഒത്തുവരുമ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കുറവിനനുസരിച്ചിട്ട് ഈ ഫലത്തിലും കുറവ് വരും. ക്വാളിറ്റി കൂടുന്തോറും ഫലങ്ങൾ വർദ്ധിച്ചു വരും. ഇതാണ് സുനഭായോഗം. ടീച്ചർ, ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ യോഗങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും, പക്ഷെ മിക്കവർക്കും ഗ്രഹബലം ഉണ്ടാവില്ല. മഹായോഗം അല്ല, നമ്മുടെ മഹാലക്ഷ്മി യോഗം പോലെ അല്ലല്ലോ. മിക്കവാറും പേർക്ക് ഈ സുനഭായോഗം ഉണ്ട്, പക്ഷെ ഗ്രഹബലം ഇല്ല. ഈ ഗ്രഹബലം ഇല്ലാത്തതിന് പ്രോപ്പർ ആയിട്ടുള്ള ജ്യോതിഷിയെ കണ്ടു കഴിഞ്ഞാൽ ഗ്രഹബലം കൂട്ടാനുള്ള വഴികൾ കൊടുക്കും. അതെ. പക്ഷെ പല ആൾക്കാരും ഇത് കാണുമ്പോൾ എനിക്ക് ആ യോഗം ഇല്ലല്ലോ, എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന പരിഹാരം ഏറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മെജോറിറ്റി ആൾക്കാരാണ്. അപ്പോൾ നല്ല ജ്യോതിഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു യോഗം, അല്ലേ? കുറേ പേരെ കാണുന്നു, പല സംഭവങ്ങൾ സംഭവിക്കുന്നു, ലാസ്റ്റ് ഇതിനകത്തൊരു തെറ്റിദ്ധാരണ വരുന്നു. ഒരു ജ്യോതിഷനും ശരിയല്ല, ഒരു ജാതകവും ശരിയല്ല, ജ്യോതിഷവും ശരിയല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു പോകുന്ന നിരന്തരം ഒരു 200 കോളൊക്കെയാണ് പെർ ഡേ പലരും വിളിക്കുന്നത്. അപ്പോൾ എത്ര കോൾ നമുക്ക് എടുക്കാൻ പറ്റും? അതിൽ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന കുറേ കോൾസിനകത്ത് നമ്മൾ നല്ല ജ്യോതിഷനെ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ജ്യോതിഷനെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെന്നെത്തുന്ന ജ്യോതിഷൻ നല്ലൊരു ക്വാളിറ്റിയുള്ള ദൈവജ്ഞനോ ജ്യോതിഷനോ ആണെങ്കിൽ ഇവരുടെ സുനഭായോഗത്തിന്റെ സൊല്യൂഷൻ അവിടെ കിട്ടും, അല്ലേ? അപ്പൊ ഇതിന് ഈസി ആയിട്ട് ഒരു ഗ്രഹബലം കൂട്ടാൻ ഒരാളെയും കാണാതെ നമുക്ക് എന്താ ചെയ്യിപ്പിക്കാൻ പറ്റുക? ഈശ്വര, അല്ല, സാധാരണ രീതിയിൽ ഒരാളെ കാണാതെ എന്ന് പറയുമ്പോഴേക്കും സാമാന്യ ജനങ്ങൾക്ക് ജാതകം എന്താണെന്നോ ഗ്രഹനില എന്താണെന്നോ നമ്മളിപ്പോ ഈ പറഞ്ഞ രാശിയോ ചന്ദ്രന്റെ 2 ഇതൊന്നും മനസ്സിലാവില്ല. അയാളുടെ ജീവിതം മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ ഒരാളെ കാണാതെ ഇത് നടത്തിയെടുക്കല് കുറച്ചൊരു പ്രയാസമായിരിക്കും. കാരണം ഞാനിത് പറഞ്ഞത് ഇപ്പം ഈ സുലഭയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരാണെങ്കിൽ അത് ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് നമുക്ക് ഈ യോഗം വന്നിരിക്കുന്നത്. 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, ഈ ചന്ദ്രന് ബലം വർദ്ധിപ്പിക്കാനുള്ള, ഇപ്പം ചന്ദ്രൻ ഓജരാശിയിലാണോ യുഗ്മരാശിയിലാണോ നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഈ ചന്ദ്രന് ബലം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ചെയ്യാം. ശിവപ്രീതി വരുത്താം. അതുപോലെ സ്ത്രീ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനാണെങ്കിൽ ദുർഗാപ്രീതി വരുത്തുക. അതിനനുസരിച്ചിട്ടുള്ള എന്തായാലും ചന്ദ്രബലം വർദ്ധിപ്പിക്കാനായിട്ട് പൗർണമിക്ക് ഉപാസനാദി കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് ഈ യോഗം? ഇപ്പം ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ യോഗം ഉണ്ടാകും, ശുക്രൻ നിന്നാലുണ്ടാകും, ഗുരു നിന്നാലുണ്ടാകും, ശനി നിന്നാലുണ്ടാകും. അപ്പോൾ ഏത് ഗ്രഹത്തിനെ കൊണ്ടാണോ ഈ യോഗം പറയുന്നത് ആ ഗ്രഹത്തിന് അനുസരിച്ചിട്ടുള്ള പരിഹാരമാണ് നമ്മൾ പറയുന്നത്. പരിഹാരങ്ങൾ തന്നെ പല രീതിയിലുണ്ട്. ചിലർക്ക് ക്ഷേത്ര ദർശനം മാത്രമാണ് ചിലരെ കൊണ്ട് സാധിക്കുക. അയാൾക്ക് ഏറ്റവും തൃപ്തി വരുന്നതും ഈസി ആയിട്ടുള്ളതും ചെയ്യുമെന്ന് ഉറപ്പുള്ളതും ക്ഷേത്ര ദർശനമായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് ആ വ്യക്തിയോട് നമ്മൾ ഇരുന്നിട്ട് നിങ്ങൾ 20 മിനിറ്റ് നാമം ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ഇതല്ല മറ്റേതാണ് അയാൾക്ക്. ഇപ്പം ചിലർക്ക് ആയുർവേദ മരുന്നാണ് ശരീരത്തിന് പിടിക്കുക, ചിലർക്ക് ഹോമിയോ മരുന്നായിരിക്കും പിടിക്കുക. അതൊന്നല്ല, ചിലർക്ക് അതിനൊന്നുമുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. ഓടിപ്പോവാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു മെഡിസിൻ വാങ്ങി കഴിക്കുക, എങ്കിലേ അവർക്ക് തൃപ്തി വരൂ, അല്ലേ? അപ്പോൾ ഈ വ്യക്തിയുടെ ക്വാളിറ്റിക്ക് കൂടി അനുസരിച്ചിട്ട് ഈ ജാതകത്തിൽ ഏത് ഗ്രഹത്തെ കൊണ്ടാണോ യോഗം സംഭവിക്കുന്നത്, അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ആ ദേവതയുടെ ഉപാസനയാണ് ചെയ്യേണ്ടത്. ഏത് രീതിയിലുള്ള ഉപാസന എന്നുള്ളത് ഈ വ്യക്തിക്ക് അനുസരിച്ചിട്ട് ജാതകം പരിശോധിച്ചിട്ടാണ് നമ്മൾ പറയുക. എന്തായാലും ആ ഗ്രഹത്തിൻ്റെ പവർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് എപ്പോഴും എൻ്റെ ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രഹത്തിൻ്റെ പവർ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഇതിനോടൊരു അവിശ്വാസം തോന്നുക. കാരണം ഗ്രഹത്തിൻ്റെ പവർ അല്ല കൂട്ടുന്നത്, പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്
പറയുന്നത് ഈ ഗ്രഹം നിന്നിട്ട്. ഇപ്പോൾ ഗുരുവൊക്കെയാണ്, ഗുരു നിന്നിട്ടുള്ള യോഗമാണ്, എന്നിട്ട് ഗുരുവിന് പവർ കുറവാണെങ്കിൽ പൂർവ്വജന്മത്തിലെ നമ്മൾ ഉപാസിക്കേണ്ടതിന് വേണ്ട വിധത്തിൽ ഉപാസിച്ചിട്ടില്ല, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ അറിവ്, ഇത് വലിയ ഘടകമാണ് കേട്ടോ, നമ്മളുടെ അറിവ് വേണ്ടിടത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. ഇതൊക്കെ പിന്നത്തേക്ക് വരണ ഈ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കൊടുക്കേണ്ടവർക്ക് അർഹരാണ് എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും അവിടെ നൽകിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറവ് വരുമ്പോഴാണ് വ്യാഴത്തിനെ കൊണ്ട്, ഇത് മാത്രമല്ല വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് വ്യാഴം പവർ കുറഞ്ഞു പോയിട്ട് ഇങ്ങനെ ഈ യോഗം വരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള, ഇനിയിപ്പോൾ ഉപാസനയോ ക്ഷേത്ര ദർശനമോ മാത്രമാണോ പരിഹാരം ചോദിച്ചാൽ അല്ല, കുറച്ച് ഈ വ്യാഴത്തെ കൊണ്ടാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടും നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം സൗജന്യമായിട്ട് പഠിപ്പിക്കൂ. ശരിയാണ്. അല്ലെങ്കിൽ അത് വളരെ ആവശ്യമുള്ള ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ജ്യോതിഷം, അതുപോലെ മന്ത്രങ്ങൾ, അതല്ലെങ്കിൽ പൂജാതി കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ അറിയാവുന്ന വല്ലാതെ ഉത്കടമായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അവരെ കൊണ്ട് ഒരു പ്രതിഫലം കൊടുത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർ നമ്മളുടെ പരിസരത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കിത് ദാനമായി തന്നെ നൽകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും, ഇത് കൂടാതെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ ഏത് തരത്തിലാണ് ഈ വ്യക്തിയുടെ ജാതകം എന്ന് നോക്കിയിട്ടാണ് ഇതിൽ ഏത് മാർഗം സ്വീകരിക്കണം എന്ന് പറയുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ പാപം തീർന്നു കിട്ടും. അപ്പോൾ ഈ വ്യാഴബലം വരും, മനസ്സിലായി, ഗ്രഹബലം വരും. എന്തായാലും ഈ ഗ്രഹബലം കൂട്ടാൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സുനുഭ യോഗം അനുഭവിക്കാനുള്ള യോഗമുണ്ട്, കിട്ടും. നമ്മളെ തേടി വരും. അതെ, തേടി വരട്ടെ. അങ്ങനെ ഒരുപാട് പേര് പല രീതിയിലെ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ നടന്നു പോകുന്നവരാണ്. സോ അവർക്ക് പൂർണ്ണമായിട്ടും ഈ പറയുന്ന യോഗങ്ങൾ ഉണ്ടാകട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ, അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.